ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ് ടു ഹോപ്പ് ആൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് വെസ്റ്റ് നൈൽ ഫീവർ, എന്താണ് വെസ്റ്റ് നൈൽ പനി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വെസ്റ്റ് നൈൽ ഫീവർ അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ പനി, വെസ്റ്റ് നൈൽ വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് വെസ്റ്റ് നൈൽ ഫീവർ എന്നത്. കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. അതായത് കൊതുക് കടിയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ദിവസം മുതൽ 14 ദിവസം വരെയുള്ള ആ ഒരു കാലയളവിൽ, ആ ഒരു ഗ്യാപ്പിലാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഈ അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ. കൊതുക് കടിയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം 80% ആളുകളിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അതൊരു പ്രശ്നമാണ്. അതോടൊപ്പം ബാക്കി 20% ആളുകളിൽ പനി, തലവേദന, ചുണങ്ങ് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത്. പനി, തലവേദന, ചുണങ്ങ് തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പിന്നെ നാഡീവ്യൂഹം ബാധിച്ച ആളുകളിൽ പെട്ടെന്ന് മരണം വരെ സംഭവിച്ചേക്കാം. ഏകദേശം മരണസാധ്യത എന്ന് പറയുന്നത് 10%-ഓളമാണ് മരണസാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കൊതുക് കടി തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗ്ഗം എന്ന് പറയുന്നത്. ഇതിന് ചികിത്സ എന്നത് ഇല്ല, അതായത് വാക്സിനൊന്നും ഇതിനില്ല. കൂടുതലും കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഇതിനുള്ളൊരു പ്രതിരോധ മാർഗ്ഗം എന്നത്. പിന്നീട് വേദനാ മരുന്നുകൾ, പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ അസുഖത്തിൻ്റെ തോത് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇതിന് മറ്റു മരുന്നുകൾ ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല. പ്രധാനമായും വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കുക എന്നതാണ്. അതായത് കൊതുക് കൂടുതലും വ്യാപിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ വെള്ളക്കെട്ടുകളൊക്കെ ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗ്ഗം എന്ന് പറയുന്നത്. ഇത് റിക്കവർ ചെയ്ത് വരാൻ ഏകദേശം ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളോളം വേണ്ടി വരും. പഴയ സ്ഥിതിയിലേക്ക് നമ്മൾ രോഗം ബാധിച്ചിട്ട് പൂർണ്ണമായിട്ട് പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും വരുവാൻ വേണ്ടി മാസങ്ങളോളം തന്നെ എടുക്കും. 2-3 മാസങ്ങളോളം എടുക്കും എന്നാണ് പറയുന്നത് വെസ്റ്റ് നൈൽ ഫീവർ. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1939 ഉഗാണ്ടയിലാണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നീട് 1999 വടക്കേ അമേരിക്കയിൽ 1999 ഇത് കണ്ടെത്തി. പിന്നീട് അതായത് എല്ലാ വർഷവും അമേരിക്കയിൽ ആയിരക്കണക്കിന് ആളുകളിൽ ഇത് പകരുന്നുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളിൽ ഈ അസുഖം കണ്ടെത്തുന്നുണ്ട് വർഷാവർഷം. അത് കൂടുതലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അമേരിക്കയിൽ ഇത് ഇതുണ്ടാവുക എല്ലാ വർഷവും. അതോടൊപ്പം യൂറോപ്പ്, ഓസ്ട്രേലിയ, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെല്ലാം ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. പെൺകൊതുകാണ് ഈ രോഗം പരത്തുന്നതെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റ് നൈൽ ഫീവർ. ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗം എന്ന് പറയുന്നത് കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗം എന്നത്. അതായത് വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ മാലിന്യ കുമ്പാരങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ക്ലീനായിട്ട് പരിസരം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടും കൊതുക് വ്യാപിക്കുന്നതിനെ നമുക്ക് തടയുവാനായിട്ടും സാധിക്കും വെസ്റ്റ് നൈൽ ഫീവർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അമേരിക്ക സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.